എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ നമ്മുടെ കേറ്ററ്റ് എക്സാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ്, അതായത് കേറ്ററ്റ് എക്സാമിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ പരീക്ഷ ഹാളിൽ എന്തൊക്കെ കയറ്റാം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിച്ചു കിട്ടാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ എക്സാം സെൻറ്ററിൽ, നിങ്ങൾ ഹാൾ ടിക്കറ്റിലുള്ള എക്സാം സെൻറ്ററിൽ ഒരു 45 മിനിറ്റ് മുമ്പെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക. അതായത് രാവിലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ ഇച്ചിരി നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. കാരണം ബ്ലോക്ക് ഉണ്ടാവാം, വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് മുറികളെല്ലാം പ്രത്യേകം, പരീക്ഷാ ഹാള് പ്രത്യേകം കണ്ടുപിടിക്കാൻ രാവിലെ തന്നെ എത്തുന്നത് നിങ്ങളെ സഹായിക്കും. അതുപോലെ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ ID പ്രൂഫ്, നിങ്ങൾ ഹാൾ ടിക്കറ്റ് കൊടുത്തിരിക്കുന്ന ID പ്രൂഫ് തന്നെ നിങ്ങൾ കൊണ്ടുവരണം. ഇത് രണ്ടും പിന്നെ ഒരു പേനയും മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ കയറ്റാൻ പറ്റുന്നത്. കുപ്പിവെള്ളം കയറ്റാം, പക്ഷേ അതിൻ്റെ ലേബൽ അയച്ച് കളഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കുപ്പിവെള്ളം നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്നത്. പക്ഷേ വാച്ച്, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക്, കാൽക്കുലേറ്റർ തുടങ്ങിയവയുള്ള ഉപകരണങ്ങളൊന്നും തന്നെ പരീക്ഷ ഹാളിൽ കയറ്റാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പരീക്ഷ ഹാളിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു സംസാര രീതിയോ ഒന്നും അനുവദിക്കില്ല. അതുപോലെ തന്നെ തുണ്ട് പേപ്പർ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ അനുവദിക്കില്ല. നിങ്ങളെ കിട്ടിയിരിക്കുന്ന സീറ്റിൽ തന്നെ ഇരിക്കുക, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇറങ്ങിപ്പോവുക. അത് തന്നെയാണ്. കാരണം നോക്കാൻ ആൾ വരും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ അത് പരീക്ഷ ക്രമക്കേടായിട്ട് കണ്ട് നിങ്ങളെ പുറത്താക്കാനും മറ്റ് നടപടികൾ സ്വീകരിക്കാനുമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അത് വളരെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ID പ്രൂഫ്, ആധാർ ആയിക്കോട്ടെ, പാസ്പോർട്ട് ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കറുത്തതോ നീലയോ ഈ 2 പേന നിങ്ങളെ കയ്യിൽ വയ്ക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം. ഈ 2 പേന നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾ ആൻസർ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ റിസൾട്ട് വരുന്നതല്ല, തെറ്റായി രേഖപ്പെടുത്തുന്നതിന് റിസൾട്ട് വരുന്നതല്ല. അതുപോലെ തന്നെ മറ്റൊരു ആൻസർ ഷീറ്റ്, OMR ഷീറ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതും ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളെ ഹാളിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ അല്ലെങ്കിൽ സാറിൻ്റെ ഒപ്പ് നിങ്ങൾ മേടിച്ചിരിക്കണം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് മേടിച്ചിരിക്കണം. കാരണം പരിശോധന വേളയിൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ട് പാസ്സാവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രമാണ പരിശോധന വേളയിൽ ഈ ഒരു ഹാൾ ടിക്കറ്റിലെ ഒപ്പ് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ ഒരു ഒപ്പ് മേടിക്കാൻ വേണ്ടി ആ സ്കൂളിൽ നിങ്ങൾ പിന്നെയും പോകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് എഴുതുക, ടെൻഷൻ വേണ്ട. ഓക്കെ.